പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അസുഖം വന്നിട്ട് അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണ്. സോ അസുഖങ്ങളിൽ നിന്ന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റി 1-2 പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് ഈസ് ദ മെഡിസിൻ എന്നാണല്ലോ. അപ്പോൾ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഒരു 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം നൽകും. അതിനുശേഷം കുറുക്കുകളായിട്ടും മറ്റും 1 വയസ്സാകുമ്പോഴത്തേക്കും സാധാ ഭക്ഷണക്രമത്തിലേക്ക് അവരെ മാറ്റിയെടുക്കും. അപ്പോൾ ഫുഡിൽ നമ്മൾ എല്ലാ തരം സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. മൾട്ടി വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അതിൽ ഉൾപ്പെടുത്താം. കഴിയുന്നതും ജങ്ക് ഫുഡ്സും അങ്ങനത്തെ ഭക്ഷണവും ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കറക്റ്റ് സമയത്തുള്ള അവരുടെ പ്രതിരോധ കുത്തിവെപ്പുകളാണ്. അതാത് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തും നിഷ്കർഷിച്ചിട്ടുള്ള വാക്സിനുകൾ അതിൻ്റെ കറക്റ്റ് സമയത്ത് മുടങ്ങാതെ എടുക്കാം. മൂന്നാമതായിട്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ വ്യക്തി ശുചിത്വമാണ്. ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പലതരം അസുഖങ്ങൾ, വൈറൽ ഡിസീസൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചെറിയ തുമ്മലോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കാനും, ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോയതിന് ശേഷമൊക്കെ സോപ്പ് ഉപയോഗിച്ച് കൈയൊക്കെ കഴുകി വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് അവരെ ശീലിപ്പിക്കാം. കൂടാതെ തന്നെ തുമ്മുകയോ അങ്ങനെ വല്ല അവസ്ഥയോ ഉണ്ടെങ്കിൽ കർച്ചീഫൊക്കെ യൂസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കാം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്തുള്ള ഉറക്കമാണ്. എല്ലാ കുട്ടികളും ഒരു 8 മണിക്കൂർ ക്ലാസ്സുള്ള ദിവസമാണെങ്കിലും ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിലും ഉറങ്ങേണ്ടത് ആരോഗ്യത്തിൻ്റെ നല്ലതിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഈ വക കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്.